എന്നാലും രാഘവട്ട അവൾ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകുന്നു ഞാൻ കരുതിയില്ല. വിഷമിക്കാനൊന്നുമില്ല. എൻ്റെ അമ്മണി പോയാൽ കഷ്ടമുണ്ട്. ഇത് ഏതമ്മണി? എൻ്റെ അമ്മണി പൂച്ച. എത്ര നന്നായിട്ട് ഞാൻ വളർത്തിയാന്നുള്ളൂ. ആരോഗ്യത്തോടെ വളർന്ന. അതുപോലെയാണത്. എന്താനുസരണമുള്ളതെന്നറിയും. ഞാൻ അങ്ങടും ഇങ്ങടും പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അടുത്തുള്ളവരൊന്നും ഒരു പരാതി ഇന്ന് വരെ അവളെ കൊണ്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ദൈവം എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്തിനാണ് നിങ്ങളിപ്പോ ദൈവത്തിനെ പറയണത്? രാഘവേട്ടന് അറിയാവാ അതിനെ മേടിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ് വേണ്ട വേണ്ടെന്ന്. അപ്പൊ മേടിച്ചാലേ പറ്റുള്ളൂ. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഇത്തിരി പോന്ന കമ്മല് അതുകൊണ്ട് പണയം വെച്ചിട്ടാണ് മേടിച്ചത്. പക്ഷെ ഇത്ര പെട്ടെന്ന് സൂര്യാഘാതം വന്നിട്ട് എന്റെ മോള് മരിക്കുന്ന ഞാൻ കരുതിയ. അതിന്റെ പാല് കറന്ന് വിൽക്കണം എന്തൊക്കെ സ്വപ്നം. സാരില്ല, ഞാൻ ഐശ്വര്യത്തോടെ വളർത്തിയല്ലേ ഒരു തത്തേന. എത്ര നന്നായിട്ട് ചിലപ്പോ ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞ തത്തേരും. അവസാനം പറഞ്ഞുപോയില്ലേ. എന്റെ രാഘവേട്ടൻ പ്രാന്ത് പിടിപ്പിക്കാതിരിക്കും. ഈ തത്തനെയും പൂച്ചയുടെ പോലെയാണത്. ഇത് മനുഷ്യന് ഉപകാരമുള്ള ഒരു ജീവിയല്ലേ. രാഘവേട്ടൻ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? തത്തയുടെ പൂച്ചയുടെ കഥ പറയാനാണ്. ആ മനുഷ്യക്കാരി ശീതളിനോട് പറയാൻ വല്ല മറുപടി ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്ക്. അങ്ങനെ കഥൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ പശുവും തത്തയും പൂച്ചയാണ് വലുത്. ഹലോ, ഞാനൊരു സുഗതന്റെ വീട്ടിലായില്ലേ. സുഗതന്റെ പശു സൂര്യാഘാതത്തിൽ ചത്തുപോയി. ആ അതെ, നീ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ, നല്ല ചൂടാണ്. അകത്തന്നെ ഇരുന്നോ, ഫാനിട്ടിട്ടിരുന്നോ കേട്ടാ. അതോടെ ഇറങ്ങണ്ട. രാഘവട്ടം കുടയൊന്നും എടുത്തില്ലേ? ഏടുന്ന് ഞാൻ കേട്ട വാദികൾ ഓടിയല്ലോ. തണലത്ത് കൂടെ പോയാൽ മതിട്ടോ. കേട്ടോ. നമ്മൾ കടം മേടിച്ച് പശുവിനെ മേടിച്ച കാര്യമൊക്കെ നീ എന്തായിട്ട് നാട്ടുകാരോട് പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഓർമ്മയുണ്ടാവട്ടെ എന്നോർത്താണ്. എടിയിപ്പ ആ പശു പ്രസവിച്ചിട്ട് അതിന്റെ പാല് കറന്നിട്ട് നാലാൾക്ക് വിറ്റ് വരുമാനം കിട്ടുകയാണെങ്കിൽ നീ ഇത് പറയോ? അതിന്റെ മുമ്പ് ചത്തോട്ടല്ലേ ഇപ്പൊ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്? ആ പാളോ, ശീതളം വരുമ്പോ നിങ്ങൾ തന്നെ ഈ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞോ. ഇവിടെ മനുഷ്യന്റെ മനസ്സിൽ ആദ്യമാണ് വാങ്ങിയ മുതൽ പ്രാക്കാണ്, പിന്നെ ചാവാണ്ടിരിക്കും. എന്നാലും എന്റെ സൂര്യ, കൂടപ്പിറപ്പിനെ പോലെ നിന്നെ കണ്ടതല്ലടാ ഞാൻ.
ഒരു തുള്ളി വെള്ളം കിണ്ടി നിനക്കെറിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തുള്ളി വായിലേക്ക് ഞാൻ വെക്കുന്നത്. ചതിച്ചല്ലോടാ സൂര്യ. എനിക്ക് ഇരുട്ട് മതി. എനിക്ക് സൂര്യൻ വേണ്ട സുഖട്ട. ഈ കൈ കൊണ്ട് ആ പൈനെ കറക്കണ്ടവനാ ഒരു പൊടി മണ്ണ് ഭാര്യയായിട്ട് മേക്കിട്ടത്. സങ്കടമുണ്ട്, നല്ലോണം സങ്കടമുണ്ട്. കൊന്നതാ ആര്? അതിഥി തൊഴിലാളികളെ കറവക്കാര്. എന്തിന്? ആ പൈപ്പ് ഏറ്റ് കഴിഞ്ഞാലേ കറക്കാൻ വേണ്ടി സുഖതട്ടൻ എന്നേലും വിളിക്കൂലോ. അതെ. ആ അത് അവരറിഞ്ഞുകൊണ്ട് ചുത്രം ചെയ്ത് കൊന്നു കഴിഞ്ഞത്. അതൊന്നും അല്ല ഉണ്ണിയെ, ഞാൻ എന്നും അതിന് തൊഴുത്തിലാ കെട്ടാറ്. ഇന്നിപ്പോ പോകുമ്പോ രാവിലെ ആ കിഴക്ക ഭാഗത്ത് കുറെ പുല്ല് കിളിർത്തിക്കണ കണ്ടപ്പോ ഞാൻ അതിനെ അവിടെ കെട്ടിയിട്ട് പിണ്ണാക്ക് മേടിക്കാൻ പോയി. പിണ്ണാക്ക് മേടിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കടിച്ചിട്ട് കയ്യും കാലും വെറുകലിച്ച് സൂര്യാഘാതം ഏറ്റിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കും. എന്ന് ഞാ ആ ഗേറ്റിലേ പോകുമ്പോ അതന്നെ വാ ഓരോ വിളിയിട്ട് കണക്കുള്ളതാണ്. ചേട്ടാ കഷ്ടകാലല്ല, എന്താ പറയാ. ഒന്നും ചിന്തിക്കണ്ട. എന്റെ വീട്ടിൽ തൊട്ടപ്പുറം മാതമാഷ പയ്യങ്ങനെ ചത്തത്. പക്ഷെ അവർക്ക് പ്രശ്നമില്ല, അതിന് ഇൻഷുറൻസ് ഉണ്ട്. ഡബിള് പൈസ ഇൻഷുറൻസ് ഉണ്ടാ. കുന്തമുണ്ട് ഇൻഷുറൻസ്. എന്തിനാ ഇവിടെ അതിനെ കൊണ്ടുണ്ടായ കട ഇങ്ങനെ മാറ്റൂന്ന് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ഇൻഷുറൻസ്. കടത്തിന്റെ കാര്യം പറയരുത് പറഞ്ഞിട്ടില്ല. പിന്നെ പലിശക്കാര് ചെയ്തോളം വരുമ്പോ നിങ്ങൾ എന്താണെന്ന് പറയാൻ പോണത്? ഒരു മരണം നടന്ന വീടായത്. റൊക്കൊരു 5000 രൂപ കൈമ തരട്ടെ. എന്തിന്? രാത്രി ഞാൻ പേരൊരു വണ്ടി 3-4 ആളുമായിട്ട് അതിനെ കുഴിച്ചെടുത്ത് മാന്തി എടുത്ത് ഞാൻ കൊണ്ടുപോകും. മണ്ണ് അതുപോലെ ആക്കി വെക്കും. എന്തിന് ഈ ചത്ത പശുവിന്? 1-2 ഇറച്ചിക്കടക്കാരെ എനിക്ക് പരിചയമുണ്ട്. ഞാനിങ്ങനെ കുറച്ച് കൊടുക്കും, അവരെ ഡബിള് പൈസ തരും. നിങ്ങൾക്ക് മോശം ഉണ്ടാവില്ല, എനിക്ക് മോശം ഉണ്ടാവില്ല. അത് പിന്നെ അല്ല എല്ലാം പശു. ചത്ത പശുവിന് വിറ്റിട്ടുള്ള കാശൊന്നും സുഖതനെ വേണ്ട. അല്ല, എല്ലാം ചത്ത പശുവിന് നാട്ടുകാരെ തീറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കണം നീ. എല്ലാം ചത്ത് കൊണ്ടിട്ടാണല്ലോ തീറ്റിക്കുന്നത്. എല്ലാ പശുവും ചത്തിട്ടാണല്ലോ ഭക്ഷണം ഉണ്ടാക്കും. കണ്ടാലും അറിയാം. കൊറിയേത്ത് 100-400 ഉറുപ്പ കൊടുത്ത സാധനം. പശുക്കളെ വേണ്ട, മനുഷ്യനെ വേണ്ട ഉണ്ണിക്ക്. അതിന് ഭ്രാന്താന്നാട്ടോ തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പഠിച്ച മനുഷ്യന്മാര്. എങ്ങനെ ജീവിക്കണേ? ചത്ത പശുവിന് വിറ്റിട്ട് കാശുണ്ടാക്കേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ജീവിക്കണേന്ന് പറഞ്ഞാണ്. എങ്ങനെ ജീവിക്കണേ? നീ ഒരു മനുഷ്യശ്രീയാണ്. ചത്ത് കുഴിച്ചിട്ട പശുവിനെ അതിന്നും മാന്തി എടുത്തിട്ട് വീണ്ടും ജനങ്ങളെ കൊണ്ട് തീറ്റിക്കേ? നിങ്ങളോട് ഞാനത് തീറ്റിക്കാൻ പറഞ്ഞു. പിന്നെ എങ്ങനെ കാശുണ്ടാക്കുന്ന കാര്യം നീ പറഞ്ഞു? ഇവിടെ നിങ്ങൾ ആ മനുഷ്യൻ കാണിക്കണതിന്റെ പകുതി ബുദ്ധി കാണിച്ചാൽ മതിയായിരുന്നല്ല. ഇവിടെ കിടന്ന് തുള്ളണ്. അതെ, ഈ തുള്ളൽ നിർത്തിയിട്ട് ഒരു കാര്യം പറയാമോ? എന്താ? ആ ശീതളം വരുമ്പോ നിങ്ങൾ എന്താണ് പറയാൻ പോണ? എന്താണ് പറയാൻ പോണേന്ന്? കരഞ്ഞോണ്ടിരുന്നാ മതി. ഹലോ, അതെ, എന്താ മെമ്പറേ? ആ മെമ്പറേ, അതിന്ന് ഇല്ല ഇല്ല, ഇൻഷുറൊന്നും ഇല്ല. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. കട ഉണ്ടെന്ന് പറ. കട അതെ, അന്ന് ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാം. ശരി മെമ്പറേ. എന്താണ്? മെമ്പർ സത്യശീലനെ വിളിച്ചത്. എന്താണ്? ഈ
പ്രകൃതി ദുരന്തത്തിൽ പെട്ടിട്ട് ചത്തുപോണ കന്നുകാലികൾക്കേ ധനസഹായം കിട്ടുമെന്ന്. പൈസ കിട്ടുമെന്നാ? ആ പിന്നെന്താണ് ഇവിടെ കുത്തിയിരിക്കണം? പോയി മേടിച്ചോണ്ട് വാ. മറിമായം